കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ കേസെടുത്ത് RPF 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് റെയിൽവേ ആക്ട് പ്രകാരം കേസെടുത്തത്. അഭിന പിച്ചിറക്കൽ തന്നെ തുടരുന്നു. വാർത്തയുടെയും വിശദാംശങ്ങളുമായി അഭിന, കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു നടപടികൾ തന്നെ നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും കാളിദാസ്, അല്പം വൈകിപ്പോയി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു റെയിൽവേ ട്രാക്കിൽ റീൽസ് ചിത്രീകരണം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പലതവണ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ട്രാക്കിൽ നിന്നും ട്രെയിനുകൾ വരുന്ന സമയം നമ്മൾക്കാർക്കും അത്ര കൃത്യമായി അറിയില്ല. അതുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ നിന്നും ഈ ചിത്രീകരണം ഒഴിവാക്കണമെന്ന് പല ആവർത്തി ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ട് പോലും ആരും അത് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഈ ഒരു റീൽസിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിൽ പോലും കണ്ടത്. ഇത്തരത്തിൽ ആളുകളെ പോലും വകവെക്കാതെ ഈ ഒരു റീൽ ചിത്രീകരണം നടത്തിയവർക്കെതിരെ നടപടിയെടുത്തത് അത് RPF ആണ്. അല്പസമയം മുൻപ് ഈ ഒരു നടപടിയെടുത്ത വിവരം അറിയിക്കുന്നത്. 8 വിദ്യാർത്ഥികൾക്കെതിരെയാണ് റെയിൽവേ ആക്ട് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള ഇവിടെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലെ ഏവിയേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേന്റെ മറ്റൊരു നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുകൂടെ, അതായത് CH ഫ്ലൈ ഓവർ ബ്രിഡ്ജിന് സമീപത്ത് കൂടെ ഈ കാൽനട യാത്രക്കാർ റെയിൽവേ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്തുകൂടെ വരാറുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഭാഗം അടച്ചിടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കാൽനട യാത്ര പോലും ഇപ്പോൾ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒരു റീൽസ് ചിത്രീകരണം കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ പല ആവർത്തി ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളോടക്കം വളരെ വേഗത്തിൽ ഇവിടെ നിന്നും മാറി നിൽക്കാനുള്ള പല തവണ ഇത്തരത്തിലൊരു മുൻകരുതലുകൾ നൽകിയതാണ്. പക്ഷെ വിദ്യാർത്ഥികൾ ഇതൊന്നും പാലിക്കാതെയാണ് വീണ്ടും ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നീട് മറ്റൊരാളാണ് ഈ റീൽസ് ചിത്രീകരണം മറ്റൊരു മൊബൈലിൽ പകർത്തുന്നത് കണ്ട ഈ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മാറിയത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികൾ മാറിയതിന് തൊട്ടു പിന്നാലെ ഈ ട്രെയിൻ അതുവഴി കടന്നു പോയി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരവും അതുപോലെ തന്നെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മിനിറ്റുകൾക്കുള്ളിൽ നടന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ റെയിൽവേ ഇതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കാളിദാസ്. ശരി അഭിന.